ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ വളരെ സങ്കടകരമായ ഒരു അഭിമുഖം എടുത്തു. ആ ഇൻ്റർവ്യൂ നമുക്ക് കണ്ടിരിക്കാൻ കഴിയാത്ത രീതിയിൽ ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വിതുമ്പി തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ മുഖ്യ പ്രതി അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീം, മുഖ്യപ്രതി ഒരു പ്രതിയേ ഉള്ളൂ, എപ്പോഴും ചേർത്ത് പിടിച്ച കുടുംബത്തെക്കുറിച്ചും മകൻ അഫാനെക്കുറിച്ചും 24-നോട് അബ്ദുൾ റഹീം മനസ്സ് തുറന്നു. അഫാനോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെന്നും അബ്ദുൾ റഹീം 24-നോട് തുറന്നു പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോയി ജീവിക്കാന്ന് അവിടെ പോയി താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ മക്കൾ കളിച്ചോളാം വീടാണ്, അങ്ങോട്ട് പോയി താമസിക്കേണ്ട ബുദ്ധിമുട്ടുണ്ട്. അവിടെ പോകുമ്പോൾ നമുക്ക് അവരെ ഓർമ്മയാണ് മനസ്സിൽ വരും. ജീവിതം പകുത്തുപോയ അബ്ദുൾ റഹീമിന് മുന്നിൽ വലിയ ശൂന്യതയാണ്. ആശുപത്രിവാസം കഴിഞ്ഞാൽ ഭാര്യ ഷെമിയുമായി പേരുമലയിലെ വീട്ടിലേക്ക് പോകുന്നത് ഓർക്കാൻ വയ്യ. മകൻ അഫാൻ ഇതെല്ലാം ചെയ്തെന്ന് ഇനിയും വിശ്വസിച്ചിട്ടില്ല ഭാര്യ ഷെമി. എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാ കാര്യങ്ങളും. മരണം ആദ്യം മകൻ്റെ കാര്യമാണ് പറഞ്ഞു, കൊച്ചുമോൻ്റെ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ. അത് പറഞ്ഞതനുസരിച്ച് അതുപോലെ ഘട്ടം ഘട്ടമായി പറഞ്ഞു മരണങ്ങളെല്ലാം. സത്യമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ എൻ്റെ കൊച്ചുമോൻ്റെ മരണം വിശ്വസിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതൊന്നും ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും ഒന്നിച്ചായിരുന്നു. പക്ഷേ കടം ഇത്ര പെരുകിയത് എങ്ങനെയെന്നറിയില്ല. ഫർസാനയോടുള്ള അടുപ്പമെല്ലാം അഫാൻ പറഞ്ഞതാണ്, അതൊന്നും എതിർത്തിട്ടുമില്ല. മകനോട് ഇപ്പം തോന്നുന്ന വികാരം അല്ല, വികാരം നമുക്ക് എന്തായാലും എല്ലാം നഷ്ടപ്പെടുത്തിയത് അവനാണ്. ആ ഒരു വികാരം എൻ്റെ മനസ്സിലുണ്ട്. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എല്ലാം അവൻ നിമിത്തം ഉണ്ടായതാണ്. ഒരിക്കലും പൊരുത്തപ്പെടാനും പറ്റത്തില്ല, പൊരുത്തപ്പെടാൻ പറ്റൂല. ഫർസാനയുടെ കുടുംബത്തെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അബ്ദുൾ റഹീം. അത് തോന്നിയിട്ടുണ്ട്, ഇന്ന് പോയി കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവരെ പോയി ഒന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അവർക്കും ഒരു വലിയ നഷ്ടമാണ് അവർക്ക്. അതെ അതെ, ഒരു വീട്ടിൽ നിന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അഫാൻ എങ്ങനെ ഇങ്ങനെയായെന്നറിയില്ല. മകൻ പബ്ജി ഗെയിം കളിച്ചിരുന്നു എന്നത് മാത്രമറിയാം. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഒരു അഭിമുഖം, അതും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം കഴിഞ്ഞു, പ്രതിസ്ഥാനത്തുള്ളത് അഫാനാണ്. ആ അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീമിനെ എന്തുകൊണ്ട് നമ്മൾ ഈ സമയത്ത് സംസാരിക്കാൻ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, ഇന്ന് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അബ്ദുൾ റഹീം തന്നെ നമ്മളോട് പറഞ്ഞു. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. എന്തായാലും വളരെ സങ്കടകരമാണ് ഈ അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീമിൻ്റെ കാര്യം. കാര്യം സ്വന്തം വീട്ടിൽ പോലും പോകാൻ കഴിയില്ല. അവിടെ ഓർമ്മകൾ ചിറകടിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.